ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീമദ് വാത്മീകി രാമായണം സുന്ദരകാന്ഡം സർഗം 1 ശ്ലോകങ്ങൾ 79 മുതൽ. കപിവാദശ്ച ബലവാൻ മേഘവാദശ്ച നിസ്സൃതഃ സാഗരം ഭീമനിർഘോഷം കമ്പയാമാസ ദുർഭൃശം. കപിവാദശ്ച ബലവാൻ മേഘവാദശ്ച നിസ്സൃതഃ സാഗരം ഭീമനിർഘോഷം കമ്പയാമാസ ദുർഭൃശം. കപി വാനരൻ, അതായത് ഹനുമാൻ. വാദഹ കാറ്റ്. കപിവാദഹ ഹനുമാന്റെ വേഗത്താൽ ഉണ്ടായ കാറ്റ്. ച കൂടാതെ ബലവാൻ ശക്തിയുള്ള. മേഘവാദഹ മേഘങ്ങളെ ചലിപ്പിക്കുന്ന കാറ്റ്. നിസ്സൃതഃ പുറപ്പെട്ട പ്രവഹിച്ച. സാഗരം സമുദ്രത്തെ. ഭീമ ഭയങ്കരമായ. നിർഘോഷം മുഴക്കം ഗർജനം. കമ്പയാമാസദുഹു കുലുക്കി വിറപ്പിച്ചു. ഭൃശം വളരെ ശക്തമായിട്ട്, അതായത് ഹനുമാന്റെ പറക്കലിൽ ഉണ്ടായ ശക്തമായ കാറ്റും മേഘങ്ങളെ തള്ളി നീക്കുന്ന കാറ്റും ചേർന്ന് ഭയങ്കരമായ ശബ്ദത്തോടെ സമുദ്രത്തെ ശക്തമായി പ്രകമ്പനം കൊള്ളിച്ചു. ഹനുമാന്റെ വേഗം സാധാരണമായ ഒന്നായിരുന്നില്ല. അത് പ്രകൃതി ശക്തികളെയും പോലും വിറപ്പിച്ചു, ചലിപ്പിച്ചു എന്നാണ് പറയണത്. ഹനുമാന്റെ ശക്തി സമുദ്രത്തെ പോലും വിറപ്പിച്ചു. കപിവാദശ്ച ബലവാൻ മേഘവാദശ്ച നിസ്സൃതഃ സാഗരം ഭീമനിർഘോഷം കമ്പയാമാസ ദുർഭൃശം. കപിവാദശ്ച ബലവാൻ മേഘവാദശ്ച നിസ്സൃതഃ സാഗരം ഭീമനിർഘോഷം കമ്പയാമാസ ദുർഭൃശം. അടുത്ത ശ്ലോകം. വികശന്നൂർമിജാലാനി ബൃഹന്തി ലവണാംഭസി പുപ്ലുവേ കപിശാർദൂലഃ വികിരന്നിവരോധസി. വികശന്നൂർമിജാലാനി ബൃഹന്തി ലവണാംഭസി പുപ്ലുവേ കപിശാർദൂലഃ വികിരന്നിവരോധസി. വികശൻ വലിച്ചിഴച്ച്. ഊർമി സ്ഥിര. ജാലാനി കൂട്ടങ്ങൾ. ബൃഹന്തി വലുതായ. ലവണാംബസി ഉപ്പുള്ള സമുദ്രത്തിൽ. പുപ്ലുവേ പറന്നു, അതായത് കുതിച്ചു. കപിശാർദൂലഃ വാനരശ്രേഷ്ഠൻ. വികിരൻ ചിതറിച്ചുകൊണ്ട്. ഇവ പോലെ. രോദസി ഭൂമിയും ആകാശവും, അതായത് വലിയ തിരമാലക്കൂട്ടങ്ങളെ വലിച്ചിഴച്ചുകൊണ്ട് ഭൂമിയും ആകാശവും ചിതറിക്കുന്നത് പോലെ വാനരശ്രേഷ്ഠനായ ഹനുമാൻ മുന്നോട്ട് കുതിച്ചു. ഹനുമാന്റെ വേഗം സമുദ്രത്തിലെ തിരകളെ പോലും തന്റെ പിന്നാലെ വലിച്ചുകൊണ്ടുപോയി. തിരമാലകളെ ചലിപ്പിച്ചുകൊണ്ട് ഹനുമാൻ പറന്നുയർന്നു. വികശന്നൂർമിജാലാനി ബൃഹന്തി ലവണാംഭസി. വികശന്നൂർമിജാലാനി ബൃഹന്തി ലവണാംബസി പുപ്ലുവേ കപിശാർദൂലഃ വികിരന്നിവരോധസി. പുപ്ലുവേ കപിശാർദൂലഃ വികിരന്നിവരോധസി. വികശന്നൂർമിജാലാനി ബൃഹന്തി ലവണാംബസി പുപ്ലുവേ കപിശാർദൂലഃ വികിരന്നിവരോധസി. അടുത്ത ശ്ലോകം. മേരുമന്ദര സംഘാശാൻ ഉദ്ഗതാൻ സമഹാർണവേ അത്യക്രാമൻ മഹാവേഗഃ തരംഗാൻ ഗണയന്നിവ. മേരുമന്ദര സംഘാശാൻ ഉദ്ഗതാൻ സമഹാർണവേ അത്യക്രാമൻ മഹാവേഗഃ തരംഗാൻ ഗണയന്നിവ. മേരു മേരുപർവ്വതം. മന്ദര മന്ദരപർവ്വതം.
സങ്കാശാൻ സദൃശമായ, ഉദ്ഗതാൻ ഉയർന്നു വരുന്ന, മഹാർണവേ മഹാസമുദ്രത്തിൽ, അത്യക്രാമത് മറികടന്നു, മഹാവേഗ അതിവേഗമുള്ളവൻ, തരംഗാൻ തിരമാലകളെ, ഗണയൻ എണ്ണിക്കൊണ്ട്, ഇവ പോലെ, അതായത് മേരുമന്ദര പർവ്വതങ്ങളെ പോലെ ഉയർന്ന തിരമാലകളെ ഹനുമാൻ എണ്ണിക്കൊണ്ടിരിക്കുന്നത് പോലെ അനായാസം മറികടന്നു. വലിയ തടസ്സങ്ങൾ പോലും ഹനുമാനെ തടയാൻ കഴിഞ്ഞില്ല. പർവ്വത സമാന തിരമാലകൾ പോലും ഹനുമാൻ വളരെ പ്രയാസം കൂടാതെ ഈസി ആയിട്ട് കടന്നുപോയി എന്ന് പറയുകയാണ്. മേരുമന്ദര സങ്കാശാൻ ഉദ്ഗതാൻ സമഹാർണവേ, മേരുമന്ദര സങ്കാശാൻ ഉദ്ഗതാൻ സമഹാർണവേ, അത്യക്രാമൻ മഹാവേഗഃ തരംഗാൻ ഗണയന്നിവ, അത്യക്രാമൻ മഹാവേഗഃ തരംഗാൻ ഗണയന്നിവ, മേരുമന്ദര സങ്കാശാൻ ഉദ്ഗതാൻ സമഹാർണവേ, അത്യക്രാമൻ മഹാവേഗഃ തരംഗാൻ ഗണയന്നിവ. അടുത്ത ശ്ലോകം. തസ്യ വേഗഃ സമുദ്ധൂതം കോമ ജലം സജലദം തദാ അംബരസ്ഥം ബിഭഭ്രാജ കോമ ശാരദാഭ്രമിവാതതം. തസ്യ വേഗഃ സമുദ്ധൂതം ജലം സജലദം തദാ അംബരസ്ഥം വിഭഭ്രാജ ശാരദാഭ്രമിവാതതം. തസ്യ അവന്റെ വേഗത്താൽ സമുദ്ധൂതം മുകളിലേക്ക് ഉയർത്തപ്പെട്ട ജലം വെള്ളം, സജലദം മേഘസഹിതമായ, അംബരസ്ഥം ആകാശത്തുള്ള, വിഭഭ്രാജ ശോഭിച്ചു, ശരത്കാലം, അഭ്രം മേഘം, ഇവ പോലെ, ആതതം പരന്നുകിടക്കുന്ന, അതായത് ഹനുമാന്റെ വേഗത്തില് ഉയർന്ന ജലത്തുള്ളികള് ആകാശത്ത് പരന്ന ശരത്കാല മേഘങ്ങളെ പോലെ തിളങ്ങി. ഹനുമാന്റെ വേഗം സമുദ്രജലത്തെ ആകാശത്തിലേക്ക് ഉയർത്തി. ജലം മേഘങ്ങളെ പോലെ എന്നിട്ട് ആകാശത്ത് പരന്നു. തസ്യ വേഗ സമുദ്ധൂതം ജലം സജലദം തദാ, തസ്യ വേഗ സമുദ്ധൂതം ജലം സജലദം തദാ അംബരസ്ഥം ബിഭഭ്രാജ ശാരദാഭ്രമിവാതതം. അംബരസ്ഥം ബിഭഭ്രാജ ശാരദാഭ്രമിവാതതം. തസ്യ വേഗഃ സമുദ്ധൂതം ജലം സജലദം തദാ അംബരസ്ഥം ബിഭഭ്രാജ ശാരദാഭ്രമിവാതതം. അടുത്ത ശ്ലോകം. തിമിനക്രജശാഃ തിമിനക്രജശാഃ കൂർമാഃ കോമ ദൃശ്യന്തെ വിവൃതാസ്തദാ വസ്ത്രാപകർഷണേനേവ കോമ ശരീരാണി ശരീരിണാം. തിമിനക്രജശാഃ കൂർമാഃ ദൃശ്യന്തെ വിവൃതാസ്തദാ വസ്ത്രാപകർഷണേനേവ ശരീരാണി ശരീരിണാം. തിമിംഗലം, നക്ര മുതല, ജഷാഹ വലിയ മത്സ്യങ്ങള്, കൂർമാഹ ആമകള്, ദൃശ്യന്തേ കാണപ്പെട്ടു, വിവൃതാഹ വെളിവായ, വസ്ത്രം അപകർഷണേന മാറ്റിയതുപോലെ, ശരീരിണാം ജീവികളുടെ, ശരീരാണി ശരീരഭാഗങ്ങൾ. അതായത് സമുദ്രജലം മാറി നിന്നപ്പോൾ തിമിംഗലങ്ങളും മുതലകളും മത്സ്യങ്ങളും ആമകളും ഒക്കെ വസ്ത്രം നീക്കിയ ശരീരം കാണുന്നത് പോലെ വ്യക്തമായിട്ട് കാണപ്പെട്ടു. സമുദ്രത്തിന്റെ അടിത്തട്ടിലെ ജീവികള് വളരെ വെളിവായി, സമുദ്രജീവികള് വ്യക്തമായിട്ട് ദൃശ്യമായി എന്ന് പറയുകയാണ്.
തിമിനക്രജശാഃ കൂർമാഃ ദൃശ്യന്തെ വിവൃതാസ്തദാ തിമിനക്രജശാഃ കൂർമാഃ ദൃശ്യന്തെ വിവൃതാസ്തദാ വസ്ത്രാപകർഷണേനേവ ശരീരാണി ശരീരിണാം വസ്ത്രാപകർഷണേനേവ ശരീരാണി ശരീരിണാം തിമിനക്രജശാഃ കൂർമാഃ ദൃശ്യന്തെ വിവൃതാസ്തദാ വസ്ത്രാപകർഷണേനേവ ശരീരാണി ശരീരിണാം. അടുത്ത ശ്ലോകം. പ്ലവമാനം സമീക്ഷ്യാഥ ഭുജംഗാ സാഗരാലയാഃ ഡബിൾ സാഗരാലയാഃ വ്യോംനി തം കപിശാർദൂലം കോമ സുപർണ ഇതി മേനിരേ. പ്ലവമാനം സമീക്ഷ്യാഥ ഭുജംഗാ സാഗരാലയാഃ വ്യോംനി തം കപിശാർദൂലം സുപർണ ഇതി മേനിരേ. പ്ലവമാനം പറന്നുപോകുന്ന, സമീക്ഷ്യ കണ്ടിട്ട്, അഥ അപ്പോൾ, ഭുജംഗാഃ സർപ്പങ്ങൾ, സാഗരാലയാഃ സമുദ്രവാസികൾ, വ്യോംനി ആകാശത്തിൽ, തം അവനെ, കപിശാർദൂലം വാനരശ്രേഷ്ഠനെ, സുപർണഃ ഗരുഡൻ, ഇതി എന്ന്, മേനിരെ കരുതി. ആകാശത്തിലൂടെ പറന്നുപോകുന്ന ഹനുമാനെ കണ്ട സമുദ്രവാസികളായിട്ടുള്ള സർപ്പങ്ങൾ അവൻ ഗരുഡനാണെന്ന് കരുതി. ഹനുമാന്റെ മഹിമയും വേഗവും ഗരുഡനെ ഓർമ്മിപ്പിച്ചു. സർപ്പങ്ങൾ ഹനുമാനെ ഗരുഡനെന്ന് തെറ്റിദ്ധരിച്ചു. അതായത് സീതയെ കണ്ടെത്താൻ സമുദ്രം കടക്കുന്ന ഹനുമാൻ അതിശക്തമായ വേഗത്തില് ആകാശത്തിലൂടെ കുതിച്ചു. അദ്ദേഹത്തിന്റെ വേഗത്തിൽ സമുദ്രം വിറച്ചു. തിരമാലകളൊക്കെ പർവ്വതങ്ങളെ പോലെ ഉയർന്നു. ജലം ആകാശത്തിലേക്ക് ചിതറി. സമുദ്രത്തിന്റെ അടിത്തട്ടിലെ ജീവികള് വരെ കാണപ്പെട്ടു എന്ന് പറയണം, വെളിവായി. ആകാശത്ത് കുതിച്ചു പായുന്ന ഹനുമാനെ കണ്ട സർപ്പങ്ങൾ പോലും ഗരുഡനാണെന്ന് കരുതി. ഈ വിവരണം ഹനുമാന്റെ അസാധാരണ ബലം, അപാര വേഗം, അചഞ്ചലമായ ദൗത്യനിഷ്ഠ, ദൈവിക മഹിമ എന്നിവയെല്ലാം വളരെ മനോഹരമായിട്ട് കവി ഈ ശ്ലോകങ്ങളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു. ഈ ശ്ലോകങ്ങളില് ഹനുമാൻ ഒരു വാനരൻ മാത്രമല്ല, കാരണം ദൃഢനിശ്ചയത്തിന്റെ പ്രതീകം കൂടിയാണ്. ലക്ഷ്യം വ്യക്തമായാല് വഴിയിലെ സമുദ്രം പോലും തടസ്സമാകില്ല. ശക്തി, ഭക്തി, ധൈര്യം, ഏകാഗ്രത ഇവ ഒന്നിച്ചു ചേരുമ്പോൾ അസാധ്യമെന്ന് തോന്നുന്ന കാര്യം പോലും സാധ്യമാകുന്നു എന്ന സന്ദേശമാണ് ഈ ശ്ലോകങ്ങളിലൂടെ കവി വ്യക്തമാക്കിയിരിക്കുന്നത്. പ്ലവമാനം സമീക്ഷ്യാഥ ഭുജംഗാ സാഗരാലയാഃ പ്ലവമാനം സമീക്ഷ്യാഥ ഭുജംഗാ സാഗരാലയാഃ വ്യോംനിതം കപിശാർദൂലം സുപർണ ഇതി മേനിരേ. വ്യോംനിതം കപിശാർദൂലം സുപർണ ഇതി മേനിരേ. പ്ലവമാനം സമീക്ഷ്യാഥ ഭുജംഗാ സാഗരാലയാഃ വ്യോംനിതം കപിശാർദൂലം സുപർണ ഇതി മേനിരേ. ഒരിക്കൽ കൂടി നമുക്ക് ഇന്നെടുത്ത ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. കപിവാദശ്ച ബലവാൻ മേഘവാദശ്ച നിസ്സൃതഃ സാഗരം ഭീമനിർഘോഷം കമ്പയാമാസ ദുർഭൃശം വികർഷന്നൂർമിജാലാനി ബൃഹന്തി ലവണാംബസി പുപ്ലുവേ കപിശാർദൂലഃ വികിരന്നിവരോദസി മേരുമന്ദരസങ്കാശാൻ ഉദ്ഗതാൻ സമഹാർണവേ അത്യക്രാമൻ മഹാവേഗഃ തരംഗാൻ ഗണയന്നിവ തസ്യ വേഗസമുദ്ധൂതം ജലം സജലദം തദാ അംബരസ്തം വിബഭ്രാജ
शारदाभ्रमिवाततं तिमिनक्रज्जषाः कूर्माः दृश्यन्ते विवृतास्तदा वस्त्रापकर्षणेनेव शरीराणि शरीरिणां प्लवमानं समीक्ष्याद भुजङ्गासागरालयाः व्योम्नितं कपिशार्दूलं सुवर्ण इति मेनिरे हरे राम 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 हरे 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 कृष्ण 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 हरे हरे. श्री हनुमान स्वामी की जय.